നമസ്കാരം. ഗൾഫ് നാടുകളിൽ നിന്നും ഒരുപാട് വർഷം ജോലിയെല്ലാം ചെയ്തിട്ട് യു കെയിലേക്ക് പുതിയ വർക്ക് വിസയിൽ വരുന്ന, അത് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഡിപ്പെൻഡൻറ്റ് വിസ ആയിക്കോട്ടെ, നമ്മൾ ആദ്യമായിട്ട് യു കെയിലെത്തുമ്പം നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആശ്വാസമായിരിക്കും. പിന്നെ ഇതെല്ലാം ഞാൻ കുറേ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് വരുമ്പം ആ ടെൻഷൻസൊക്കെ കുറച്ച് കുറയും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ. ഒന്ന് കാലാവസ്ഥ, ജീവിതശൈലി, ജോലി. ഇപ്പം കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വരുന്ന സമയം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ വരുന്നത് നവംബർ മാസങ്ങൾക്കൊക്കെ ശേഷമാണെങ്കിൽ അതികഠിനമായ തണുപ്പ് തുടങ്ങുന്ന ഒരു മാസങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ പെട്ട്, പ്രത്യേകിച്ച് ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്കൊക്കെ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ ജോലിക്ക് പോകും. നമ്മൾ ഈ നവംബർ മാസങ്ങളിലേക്ക് ഇവിടെ വരും. നമ്മൾ ഈ ഫ്ലാറ്റിനകത്തോ നമ്മുടെ വീടിനകത്തോ ഒറ്റയ്ക്ക് ഇരിക്കും. ഭയങ്കരമായ തണുപ്പ്, നമുക്കൊന്ന് സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ ഒരു ഫ്രണ്ട്സ് പോലും ഇല്ലാത്ത ഒരവസ്ഥ വരും. മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് ഫ്രണ്ട് സർക്കിളിനിടയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ. പക്ഷെ അതൊക്കെ കുറച്ച് സമയത്തേക്കായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് കാലാവസ്ഥയ്ക്കായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് നമ്മൾ 1-2 ആഴ്ച കഴിഞ്ഞ് നാട്ടിലെ ഫുഡുകളൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് അതെല്ലാം തീർന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു അവസ്ഥ മനസ്സിലാകുക. അത് തന്നെ ഫുഡിനെ സംബന്ധിച്ച് നമ്മളിവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു ചായയും പരിപ്പടയും കുടിക്കണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോയാൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരു പൊറോട്ട കഴിക്കണമെന്നോ ഒരു ബിരിയാണി കഴിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ലണ്ടൻ പോലുള്ള മഹാനഗരങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ അവിടെയെല്ലാം ഇത് അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന സിറ്റിയെ ആശ്രയിച്ച് ഇതും നമ്മൾ പ്രയാസം നേരിടും. പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മൾ വരുന്നതിനെ സംബന്ധിച്ച് ഇനി ആക്സബിൾ ആണെങ്കിൽ പോലും നമുക്ക് അവിടേക്ക് പോകാനോ കഴിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണല്ലോ ഉണ്ടാവുക. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് നമ്മൾ മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ലുലു, നെസ്റ്റോ പോലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മുടെ വെജിറ്റബിൾസ്, നമ്മുടെ ഭക്ഷണം എല്ലാം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ വല്ലാതെ മിസ് ചെയ്യും. കുറച്ച് ദൂരത്തേക്കൊക്കെ പോയാൽ മലയാളി കടകളൊക്കെ ഉണ്ടെങ്കിലും തുടക്കത്തിൽ നമ്മൾക്ക് അതൊന്നും കിട്ടാതെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെയും അതിജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പം ഈ പ്രയാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സംഘർഷം എന്നാണ് ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടണമെന്ന്. പ്രത്യേകിച്ച് ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം ഡിപ്പെൻഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇപ്പോൾ ഹെൽത്ത് കെയർ വിസയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർ ജോലിയിൽ കയറി 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അവർ ഇവിടുത്തെ ലാംഗ്വേജ്, ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് അവർ പെട്ടെന്ന് സെറ്റായി പോകും. പക്ഷേ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജോലി നമ്മുടെ പാർട്ട്ണർക്കനുസരിച്ചുള്ള സമയത്തിനനുസരിച്ചുള്ള ജോലി നമ്മൾ കണ്ടെത്തണം. ഇവിടുത്തെ യു കെയിലെ നിയമം അനുസരിച്ച് ചൈൽഡ് കെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലികളെല്ലാം ഇവിടെ കിട്ടാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുകയും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുകയും ഒക്കെ ചെയ്തിട്ട് എല്ലാം ഒരുമിച്ച് പോരുന്ന ഒരു കാലാവസ്ഥയിൽ നിന്നും ഒരു അന്തരീക്ഷത്തിൽ നിന്നും യു കെയിൽ എത്തുന്ന സമയത്ത് നമ്മൾ വൈഫിൻ്റെ ഓഫിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ഓഫിനനുസരിച്ച് ജോലി ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ജോലി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഒരുപാട് അവധി ദിവസങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളോ 3 ദിവസങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയായി പോകും.
അപ്പം ഈ 3 ഘടകങ്ങളിലൊക്കെയാണ് ഒരു തുടക്കത്തിൽ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് വരുമ്പം ഈ ഒരു സംഭവം നമ്മുടെയൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാകാത്തതെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, നമ്മൾ അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും UK വരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നതിനേക്കാൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു എത്രയൊക്കെ പറഞ്ഞാൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ഇരട്ടിക്കും. പക്ഷേ രണ്ടുപേർക്കും ഇന്ത്യയിൽ നിന്നായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷമം കുറച്ച് കൂടുതലാവുമ്പോൾ അതിന് എന്തെങ്കിലും രീതിയിൽ കുറച്ചൊക്കെ ഒരു കുറവ് വരുമെങ്കിൽ അത് തന്നെയായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. ഏതായാലും പിന്നെ മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ.